ഇങ്ങനെ ഷോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു കിഷോർ കുമാർ, അങ്ങനെ ഒരുപാട് യേശുദാസ്, അങ്ങനെ അവരുടെ പാട്ടുകളാണ് കൂടുതൽ പാടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആൾക്കാർ പറയാറുണ്ടോ ഇന്ന പാട്ടുകൾ വേണം, അവരുടേതായ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ്? കൂടുതലും കിഷോറിന്റെ പാടുമ്പോൾ കിഷോറിന്റെ തന്നെ കൂടുതൽ പറയാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഷോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും. ഓൾഡ് മലയാളം, ഓൾഡ് തമിഴ്, ഹിന്ദി എല്ലാം ഓൾഡ് തന്നെയാണ്. ഇപ്പോ ഏത് ടീമിന്റെ ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ട്രൂപ്പിന്റെ ഒപ്പം? കൊച്ചിൻ ഡാൻസേഴ്സ് എന്നും പറഞ്ഞ് ഇവിടെ നമ്മുടെ കൊച്ചി തന്നെയുള്ള കുറച്ച് ഈ അടുത്ത് 3-4 ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ണൂര്. ഇപ്പൊ അവരോടൊപ്പമാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ അടുത്തും ഈ ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറഞ്ഞത് തന്നെയാണ് പാടുന്നത് അല്ലേ? പഴയ പാട്ടുകൾ ഒരുപാട് പാട്ടുകാരുണ്ട് അതില്, നമ്മള് ഓൾഡ് തന്നെ പാടുന്നത്. ശരി, ഓക്കെ. ഇപ്പൊ എന്താ ശരിക്കും ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലാതെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കളമശ്ശേരി രാജഗിരി കോളേജിൽ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട്, ഫോട്ടോസ്റ്റാറ്റ്, ചെറിയ സ്റ്റേഷനറി. ഞാനും വേറൊരു സുഹൃത്തും കൂടിയാ ചെയ്യണം. 14 കൊല്ലായി അവിടെ. ശരി. അപ്പോൾ ബാക്കിയുള്ള ഫ്രീ ടൈമിലാണ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. തിരക്കുള്ള സീസൺ ആണല്ലോ ഇപ്പോൾ, പ്രോഗ്രാംസ് കൂടുതലുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? ആരൊക്കെയാണ്? വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്, ട്വിൻസ് ആണ്, റൈസൽ നൈസൽ. പിന്നെ മദറുണ്ട്. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? കുട്ടികൾ 8th പഠിക്കുന്നു, 2 പേരും. എന്തൊക്കെയാ അവര് പാട്ട് പാടുമോ? 2 പേരും പാട്ടിനോട് താല്പര്യമുണ്ട്, പാടും, അത്യാവശ്യം കുഴപ്പമില്ല. വൈഫിനും താല്പര്യമാണ് പാട്ട്? ശരി. വേറെ ഇപ്പൊ ഒരു ആൽബംസ് എന്തോ കിഷോർ കുമാറിന്റെ ഒരു 4-5 വർഷം മുമ്പ് ഞാനൊരു കിഷോർ കുമാറിന്റെ 8 സോങ് അടങ്ങിയൊരു കാസറ്റ് ഇറങ്ങിയിരുന്നു. അത്യാവശ്യം അത് ചേട്ടൻ ഇറക്കിയതാണോ? ഞാൻ ഇറക്കി. മേരാ ജീവൻ എന്ന ടൈറ്റില്. എനിക്കൊരു കരോക്കയുടെ സോങ് കാസറ്റ് എനിക്ക് കിട്ടി, മറ്റേ ട്രാക്കോട് കൂടി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഗാനങ്ങളുടെ. അത് പാടി നോക്കിയപ്പോൾ വലിയ തെറ്റില്ല എന്ന് തോന്നി. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം അല്ലേ? ഒരു മലയാളം പാട്ട്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്നു. ഓക്കെ, ശരി. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി, പറയാത്ത പ്രിയതരമാമൊരു വാക്കിന്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി, വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിൻ ഇരുപുറമാ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. സമയകല്ലോലങ്ങൾ കുതറുമി കരയിൽ നാം മണലിന്റെ ആർദ്രമാം മാറിടത്തിൽ ഒരു മൗനശില്പം മെനഞ്ഞു തീർക്കുമ്പോൾ പിരിയുന്നു സാന്ധ്യ വിഷാദമായി, ഒരു സാഗരത്തിൻ ഇരിപ്പുമായി. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ
ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ തിരികളുണ്ടാത്മാവിനുള്ളിൽ അടിപൊളിയായിട്ട് പാടി. ഇനി എന്തൊക്കെയാണ് പ്രോഗ്രാംസിന്റെ കാര്യത്തിലാണെങ്കിലും വേറെ എന്തൊക്കെയാണ് ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ള രീതിയിൽ? ഫ്യൂച്ചർ പ്ലാൻ കൂടുതൽ പ്രോഗ്രാം കിട്ടണം, ഇനിയും നമ്മളെ കുറിച്ച് അറിയണം ആളുകൾ, ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഉയരങ്ങളിൽ തന്നെ എത്താൻ സാധിക്കട്ടെ. ഇത് നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ. ഏതായാലും ശുഭരാത്രിയിൽ വന്നതിൽ വളരെയധികം സന്തോഷം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച ജീവൻ ടിവിയുടെ ശിവരാത്രിയുടെ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ, അടുത്ത ദിവസം പുതിയൊരു അതിഥിയുടെ വിശേഷവുമായി ഞാൻ വരും. ശുഭരാത്രി.